ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കോഴിക്കോട് കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അണക്കെട്ടിന്റെ പരമാവധി ജലസംഭരണ ശേഷി പിന്നിട്ടതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് തോട്ടുമുക്കത്ത് കനത്ത മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. തോട്ടുമുക്കം തരിയോട് സ്വദേശി സാജുവിന്റെ കിണറാണ് ശക്തമായ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂഡൽഹിയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം 1,88,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഗ്ലാസ്ഗോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ നടക്കുന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തിരശ്ശീല വീഴും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ചടങ്ങ്. 2030 നടക്കാനിരിക്കുന്ന ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ഹോസ്റ്റ് ബാറ്റണും ഔദ്യോഗികമായി അഹമ്മദാബാദിന് കൈമാറും. 42ാം അന്താരാഷ്ട്ര സുബ്രതോ കപ്പ് ഫുട്ബോൾ ലക്ഷദ്വീപ് സെലക്ഷൻ ടൂർണമെന്റിന് കവരത്തി ദ്വീപിൽ തുടക്കമായി. 9 ദ്വീപുകളിൽ നിന്ന് 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 18 ടീമുകളാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാനു സമ്മാനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡോക്ടർ M ലീലാവതിക്ക് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡിൽ ഗതാഗതം നിരോധിച്ചു. പാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ റോഡ് താൽക്കാലികമായി അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ നാളെ നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ ഉദ്ഘാടനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോട്ടയം പൂഞ്ഞാറിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച റെജീന ജോണിക്കും മകൻ ജോസഫിൻ ജോണിക്കും നാടിന്റെ അന്ത്യാഞ്ജലി. ഇരുവരുടെയും ഭൌതിക ശരീരം പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശി ഭാനുപ്രിയയാണ് മരിച്ചത്. ഇന്തോനേഷ്യയിലെ മധുര ദ്വീപിന് സമീപം കടലിൽ യാത്രാ ബോട്ടിന് തീപിടിച്ച് 5 പേർ മരിച്ചു. 41 പേരെ കാണാതായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ കാട്ടുതീ പടർന്നതോടെ ഏകദേശം 3000 ഏക്കർ കത്തിനശിക്കുകയും ആയിരക്കണക്കിന് പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.